ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ, ഇന്ത്യയുടെ ധാർമ്മികതയുടെ, വേണമെങ്കിൽ ഇന്ത്യയുടെ ആധ്യാത്മികതയുടെ ഏതൊന്നും കൂടി പറയാം, അതുമായി അനുരഞ്ജനപ്പെട്ടു പോകുന്ന, യോജിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇവിടെ ഉണ്ടാകണം. അത് ഇന്ത്യൻ ജീവിതക്രമത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗ്രാമ സംവിധാനം, ഒരു വില്ലേജ് സിസ്റ്റം എന്ന് പറയുന്നതായിരുന്നു. വില്ലേജിസം എന്ന് ജെ.സി. കുമരപ്പ അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ഈ യാത്രക്കാരെല്ലാവരും, ഫാഹിയാൻ മുതൽ ഹുവാൻസാങ് മുതൽ എല്ലാവരും അത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ ഗ്രാമങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഗ്രാമാധിഷ്ഠിതമായിട്ടുള്ള, വികേന്ദ്രീകൃതമായിട്ടുള്ള, ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള, നേരിട്ട് പങ്കാളിത്തമുള്ള ഒരു ഭരണക്രമം ഇവിടെ ഉണ്ടാകണം, ഒരു വികേന്ദ്രീകൃത സംവിധാനം. അതാണ് ഈ ഗ്രാമസ്വരാജ് എന്ന് അദ്ദേഹം പറയുന്നത്. അതിന് ഒരു കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം തികച്ചും വിരുദ്ധവും വിപരീതവുമായിരിക്കുന്നു ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഗാന്ധിജിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ബഹുഭൂരിപക്ഷം പേരും, പ്രമാണികളായിട്ടുള്ള ആളുകളൊക്കെ പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ അവർക്ക് ഇന്ത്യയെ എന്താക്കണം എന്നാണ്, ഒരു വെസ്റ്റിലെ ഏതെങ്കിലും ഒരു രാജ്യം പോലെ, ഇംഗ്ലണ്ട് പോലെ, ജർമ്മനി പോലെ വികസിച്ച ഒരു രാജ്യമാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മൾ പഞ്ചവത്സര പദ്ധതിയൊക്കെ ഉണ്ടാക്കിയപ്പം ഓർക്കുന്നുണ്ടാവുമല്ലോ, ഞങ്ങളൊക്കെ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരത്തിന് സ്ഥിരം വിഷയമാണ്. അപ്പൊ അന്ന് എന്താ സ്ലോഗൻ, നെഹ്റു തന്ന സ്ലോഗൻ എന്താണ്? 2 സ്ലോഗൻസ് ആണ്. ഒന്ന് ഇൻഡസ്ട്രിയലൈസ് ഓർ പെരിഷ് എന്നാണ്, വ്യവസായവൽക്കരിക്കുക അല്ലെങ്കിൽ നശിക്കുക. 2 കാച്ചപ്പ് വിത്ത് ദ വെസ്റ്റ് എന്നാണ്, ഈ പാശ്ചാത്യ ലോകത്തിന് ഒപ്പം എത്തുക എന്ന് പറയുന്നത്. കാച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഓടി ഒപ്പം എത്തുക എന്നാണ്. ഇതാണ് ചെയ്തിരുന്നത്. ഇത് ഗാന്ധിയുടെ ഒരു സങ്കല്പത്തിന് നേരെ വിപരീതമായിട്ടുള്ളതായിരുന്നു. പക്ഷേ അന്ന് ബഹുഭൂരിപക്ഷം പേരും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം പേരും ഇങ്ങനെയുള്ള ഒരു ഭരണക്രമം ഇവിടെ ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നതാണ് അന്നത്തെ സാഹചര്യത്തിൽ സാധ്യമായിട്ടുള്ളതും കരണീയമായിട്ടുള്ളതും എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ഗാന്ധിജി അതിനോട് എതിർക്കാൻ ആ സന്ദർഭത്തിൽ പോയില്ല എന്നുള്ളതാണ്. കാരണം ഗാന്ധിജി ഒരു ജനാധിപത്യവാദിയായിരുന്നു. പ്രത്യേകിച്ചും ആ പ്രത്യേക സാഹചര്യത്തിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയത് എന്തിലേക്കാണ് പിറന്നു വീണത്? വലിയ ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കമ്മ്യൂണൽ ക്ലാഷാണ് നടന്നത്. വർഗീയ കലാപത്തിന്റെ മധ്യത്തിലേക്കാണ് പിറന്നു വീണത്. അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് വീണ്ടും ഇത് സങ്കീർണമാക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ഒരു സമാധാനത്തിന്റെ, ഒരു സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്, ആദ്യം അതിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് ഗാന്ധിജി അത് തൽക്കാലത്തേക്ക്, അതുകൊണ്ടാണ് സ്വരാജ് ബൈ കൺസെന്റ് എന്ന് പറയുന്ന ഒരാശയം മുമ്പോട്ട് വയ്ക്കുകയും തൽക്കാലത്തേക്ക് ഒരു ഘട്ടം എന്നുള്ള നിലയിൽ ഈ പാർലമെന്ററി ജനാധിപത്യം, പാശ്ചാത്യ മാതൃക, വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞ് അതുമായിട്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണ് ഗാന്ധിജി ചെയ്തത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ പടിപടിയായിട്ടെങ്കിലും ആ തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഭരണഘടനാ ഭേദഗതി, പഞ്ചായത്തി രാജ് ഇതിനൊക്കെ ഇപ്പം എന്തെന്നാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പേര് കൊടുത്ത് അധികാരങ്ങൾ കൂടുതൽ വിട്ടുകൊടുക്കുക, അത് സ്റ്റാറ്റ്യൂട്ടറി ആക്കുക, വിഭവങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനെ ചെയ്ത് പതിയെ പതിയെ മാറി വരുന്നതിന്റെ അഴിമതി അത് ചെയ്ത്, അത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കുഴപ്പം കൊണ്ട് വരുന്നത്. അതെ, യഥാർത്ഥത്തിൽ എന്താണ് പഞ്ചായത്ത് രാജ് കൊണ്ട് എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരു അഴിമതിയുടെ പ്രാദേശികവൽക്കരണമാണ് ഉണ്ടായതെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതല്ലല്ലോ അതിന്റെ പർപ്പസ്, അതായിരുന്നല്ലോ. അത് നമ്മുടെ പൊളിറ്റിക്സിന്റെ പ്രശ്നമാണ്. ഇതാണിത് തമ്മിൽ. ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ വൻകിട വ്യവസായങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഗാന്ധിജി വൻകിട വ്യവസായങ്ങളെക്കാൾ കൂടുതൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും തൊഴിൽ കിട്ടുക എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സമ്പന്നത ബ്രിട്ടീഷുകാരുടെ, വിദേശികളിലൂടെ വന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യം ഒരു സമൃദ്ധിയുള്ള രാജ്യമായിരുന്നു എന്നുള്ളതാണ്. പ്രോസ്പെരിറ്റി എന്നാണ് നമ്മൾ, ഒരു സമൃദ്ധിയുള്ള രാജ്യമായിരുന്നു. അതുകൊണ്ടാണ് അവർ വന്നത്, അല്ലേ? ഓരോ വിദേശം അമരും വടികീശരെത്ര പേരോ കടന്നിവിടെ ഉള്ള ധനം കവർന്നു, ആരോമലാം അതിന് താഴ്ച അശേഷമില്ല, സൂര്യോഗ്ര രശ്മികളും ആഴിയോട് എന്തെടുക്കും എന്നുള്ളവർ എഴുതി. ഇവിടെ ഒരു സമ്പത്തുണ്ടായിരുന്നു രാജ്യം. അതുകൊണ്ടാണ് വന്നത്. അതെങ്ങനെയുണ്ടായി? വലിയ വ്യവസായങ്ങളിൽ കൂടിയല്ല ഇന്ത്യക്ക് സമ്പത്തുണ്ടായത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചു വായിച്ചത് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തെ പറ്റിയുള്ള ഒരു പുസ്തകമാണ്. അത് എന്തെന്നാണ്, ഇയാൾ ദേവദത്ത് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ബുദ്ധസന്യാസിമാരും ട്രേഡേഴ്സും കൂടിയാണ്, കച്ചവടക്കാർ, വ്യാപാരികളും കൂടിയാണ് ഹാരപ്പൻ സംസ്കാരം ഉണ്ടാക്കിയെന്നാണ്.
അതുകൊണ്ട് അതൊരു അടിസ്ഥാനപരമായി നോൺ വയലന്റ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്, ആ പുസ്തകത്തിൽ ആർഗ്യൂ ചെയ്യുന്നതാണ്. ഏത് ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ച് പറയാണ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഈ ഗ്രാമീണ സമൃദ്ധിയുടെ, ഇന്ത്യയുടെ സമൃദ്ധി ഗ്രാമങ്ങളുടെ സമൃദ്ധിയായിരുന്നു. വലിയ വ്യവസായ നഗരങ്ങളല്ല ഉണ്ടായിരുന്നത്, ഗ്രാമങ്ങൾ സമ്പദ് സമൃദ്ധം. അതിന്റെ അടിസ്ഥാനം എന്താണ്? എല്ലാവർക്കും ഇന്ന് നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു, സർവർക്ക് സമ്പൂർണ്ണ തൊഴിൽ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. അതെങ്ങനെ സാധിക്കും? അതൊരു വികേന്ദ്രീകൃത സംവിധാനത്തിൽ കൂടിയേ സാധിക്കുകയുള്ളൂ. അതാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അത്യന്തം കേന്ദ്രീകൃതമായിട്ടുള്ള വൻകിട വ്യവസായ നഗരങ്ങൾ ഉണ്ടാവുകയും വ്യവസായവൽക്കരിക്കുകയും നഗരവൽക്കരിക്കുകയും ചെയ്യുന്നത് വഴി നമ്മൾ ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയും വ്യാപകമാക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനുള്ള ഒരു നിലനിൽക്കുന്ന, ശാശ്വതമായി നിലനിൽക്കുന്ന, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിലാണ് ഗാന്ധിജി ഇത് നിർദ്ദേശിച്ചത്. സാറേ, ഈ ഇത്ര കാലം കഴിഞ്ഞിട്ടും ജാതിയോ ദളിത വിരുദ്ധ ചിന്തകളോ ഉച്ചാരണം ചെയ്യാൻ നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഗാന്ധിയൻ ദർശനത്തിൻ്റെ ഒരു പരാജയമല്ല ഇത്. ഞാനിപ്പോൾ ഇത് പറയാൻ വേറെ ഒരു കാരണം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ നിരവധിയായിട്ടുള്ള ഈ കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നു. ഇപ്പോഴും മുന്നോക്കം നിൽക്കുന്നു എന്ന് പറയുന്ന ദക്ഷിണേന്ത്യയിൽ പോലും ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ആഴ്ച നമ്മുടെ മലയാളം പത്രങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതൊന്നും ഒരു ഇംഗ്ലീഷ് പത്രത്തിലുണ്ടായി. ഒരു വളരെ സ്പീഡിൽ മധുരയിലാട്ടെയാണെന്ന് തോന്നുന്നു ബൈക്ക് ഓടിച്ചു പോയ ഒരു പയ്യനെ ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ കൈ തന്നെ കൈപ്പത്തി ഛേദിച്ചു കളഞ്ഞ ഒരു വാർത്ത. അത് ഒരു പക്ഷേ മലയാള പത്രങ്ങളിൽ വന്നിട്ടില്ല അത്. അപ്പം അത്തരത്തിലുള്ള ഇത് ജാതീയമായിട്ടുള്ളത് മുതൽ ദളിത വിരുദ്ധ ചിന്തകളുമായിട്ടുള്ളതൊന്നും ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ സമൂഹത്തിന് ഇനി കഴിഞ്ഞിട്ടില്ലേ? അത് ഗാന്ധിയൻ ദർശനത്തിൻ്റെ ഒരു പരാജയമാണ്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി 47 ഓഗസ്റ്റ് 15-നാണ്. 48 ജനുവരി 30-ാം തീയതി നമ്മൾ ഗാന്ധിജിയെ വെടിവെച്ചു. അതിനുശേഷമുള്ള ഈ നാട് ഗാന്ധിജി അല്ലല്ലോ നയിച്ചത്. നമുക്കൊരു ഭരണഘടന ഉണ്ടായി, 50-ൽ നമ്മൾ ഭരണഘടന അംഗീകരിച്ച് റിപ്പബ്ലിക്കായി. ഇപ്പം ആ റിപ്പബ്ലിക്കിന് ഇത്രയും വർഷമായല്ലോ, 75 വർഷമായി. ഈ 75 വർഷം കൊണ്ട് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാത്തത്, അല്ലെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാക്കിയതിന് 48-ൽ വധിക്കപ്പെട്ട ഗാന്ധിജി ഉത്തരവാദിയാകുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഒരു ആരോപണമാണ്. ഗാന്ധിയാണ് ഇതിന് ഉത്തരവാദി. നമ്മൾ പണ്ടത്തെ പഴയ മുദ്രാവാക്യം ഉണ്ടല്ലോ, ഗാന്ധി എന്താക്കി ഇന്ത്യയെ മാന്തി പൊണ്ണാക്കി എന്ന് പറയുന്ന പോലെ, അത്രയും അർത്ഥമുള്ളതല്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ദളിതരുടെ ഈ പ്രശ്നം ഒരു പ്രശ്നമായിട്ട്, ഒരു സോഷ്യോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ, അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഉയർന്നു വന്നത്, ഉയർത്തി കാട്ടിയത് ആരാണ്? ഇപ്പൊ ദളിതരുടെ കൂട്ടത്തിൽ നിന്നുള്ള അംബേദ്കർ അതേപ്പറ്റി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ദളിതർ പറയുന്നത് കൊണ്ട് അത് ഒരു ദേശീയവും അന്തർദേശീയവുമായ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ചർച്ചയിൽ വരുന്ന ഒരു പ്രശ്നമാവുകയില്ല എന്നുള്ളതാണ്. ആ നിലയിലേക്ക് അത് കൊണ്ടുവന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് ഇവരാരേക്കാൾ കൂടുതൽ, ഈ ദളിതരുടെ ഏത് നേതാവിനേക്കാൾ കൂടുതൽ, അതിൻ്റെ ഏറ്റവും വലിയ ഐക്കൺ ആയി വരുന്നത് അംബേദ്കറാണ്. അതിനേക്കാൾ കൂടുതൽ കോൺക്രീറ്റ് ആയിട്ട് ഈ ദളിതർക്ക് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് ഗാന്ധിജിയാണെന്ന് നമുക്കറിയാം, ചരിത്രം പഠിച്ചറിയാം. ഒരു കാര്യം കൂടി പറയാം ബാബു അതിനെ പറ്റിയിട്ട്, അത് കഴിഞ്ഞ് ബാബുവിന്റെ ചോദ്യത്തിന്. ഇത് ഭരണഘടനയിൽ നിയമപരമായി ഇത് നിരോധിക്കണം, ഐത്തം എന്ന് പറയുന്നത് നിരോധിക്കണം എന്ന് എഴുതി കൊടുത്തയാളാണ് ഗാന്ധിജി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എഴുതി കൊടുത്തു, നിർബന്ധമായും ഇത് ഭരണഘടനാ വകുപ്പിൽ ഇത് ചേർത്ത് നിരോധിക്കണം എന്ന് എഴുതി കൊടുത്തതാണ്. അത്രയധികം കൃത്യമായി ഇതിനെ എതിർത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ അംബേദ്കറും ഗാന്ധിജിയും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ്. നിങ്ങൾ അംബേദ്കറെ അംഗീകരിക്കുന്നുവെങ്കിൽ ഗാന്ധിജിയെ നിരാകരിക്കണം എന്നുള്ള ഒരു ചരിത്രബോധമില്ലാത്തൊരു നിലപാട് ഇത്തരം ആളുകൾ സ്വീകരിക്കുന്നത്. ഞാൻ ഈ ഗാന്ധിയൻ ദർശനങ്ങളുടെ സ്വാധീനം കുറഞ്ഞു എന്നുള്ളൊരു സംശയം കൊണ്ടാണ് സാറേ ഞാൻ ആ ചോദ്യത്തിലേക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനിടയായത്. നമ്മൾ ലാസ്റ്റ് ആണ് ഇന്നത്തെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ ഗാന്ധിജി സങ്കല്പിച്ചതിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു സാഹചര്യത്തിലേക്ക് രാഷ്ട്രം നീങ്ങിയാൽ ഒരു ഗാന്ധിയൻ എന്ന നിലയ്ക്ക് അംഗാംഗിയെ പോലെ ചിന്തിക്കുന്നവരെ പോർക്കളത്തിൽ ഇറങ്ങുന്നു. ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞു, നമ്മൾ അടിയന്തരാവസ്ഥക്കാരൻ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നു, ഇനി ഒരു മൂന്നാമതൊരു സ്വാതന്ത്ര്യ സമരം, അതിനൊരു സാഹചര്യം, അത്തരത്തിലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സാറിനെ പോലെയുള്ളവരുടെ നിലപാട്? നമ്മൾ ഈ മൂന്നാം സ്വാതന്ത്ര്യ സമരം വേണ്ടി വരുമോ ഇല്ലയോ
എന്നുള്ള ഒരു ഇതിനകത്തേക്ക് കടന്ന് ചിന്തിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഈ വെറുപ്പിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്, വെറുപ്പ് എന്തെന്നാ ഈ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്, വിദ്വേഷപരമായിട്ട്. ഇത് നമ്മുടെ എല്ലാവരും പറയുന്നത് ഇത് മോഡി വന്നതിന് ശേഷം ഉണ്ടായ ഒരു സംഭവമാണ്. വളരെ തെറ്റായിട്ടുള്ളൊരു സംഗതിയാണ്. അദ്ദേഹം അത് കൂടുതൽ ശക്തി പകർന്നു, അതിന് തീവ്രത കൊടുത്തു, അതിനെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്തു എന്നുള്ളത് നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഞാനും അത് തിരിച്ചറിയുന്ന ഒരാളാണ്. പക്ഷെ ഈ നാട്ടിൽ നമുക്കറിയാം നമ്മുടെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലി എന്താണ്? അത് ഒരു ഡയലോഗിൻ്റെ, ഒരു സംവാദത്തിൻ്റെ ശൈലിയാണ്, ഒരു ആശയ സംവാദത്തിൻ്റെ ശൈലിയാണ്. അത് മുഴുവൻ ഒരു ഹെയ്റ്റിൻ്റെ, നമ്മുടെ എതിരാളിയെ വെറുക്കുക എന്ന് പറയുന്നതാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഏറെക്കുറെ, ഏറിയും കുറഞ്ഞും, ചിലർ തീവ്രമായി ചെയ്യുന്നു, ചിലർ അത്രയും തീവ്രമായി ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ഉദാഹരണം പറയാം. ഞങ്ങളൊക്കെ ഈ കോളേജിൽ പഠിപ്പിച്ചിരുന്നതാണ്. ഈ കുട്ടികളെ എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? അവർ വിളിക്കുന്ന മുദ്രാവാക്യം എന്താണ്? ഒരു പെൺകുട്ടി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുകയും മറ്റു കുട്ടികളത് ഏറ്റുവിളിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഈയിടെ ഒരാൾ എനിക്ക് അയച്ചു. എന്നിട്ട് 2 മാസം മുമ്പാണ്. അതിനൊരു 5, 6, 8 മാസം മുമ്പുണ്ടായ ഒരു ഡെമോൺസ്ട്രേഷനിൽ ഒരു പെൺകുട്ടി വിളിക്കുകയാണ്. എന്താണ്? കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. ആരിത് പറയുന്നറിയാമോ? ആ വിദ്യാർത്ഥി സംഘടനയുടെ പേര് പറയാണ്. ഇന്നയാളാണ് പറയുന്നത്, പറഞ്ഞാൽ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന് ഒരു പെൺകുട്ടി, എൻ്റെ കൊച്ചുമോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മോഡി ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയത്തിൽ ഈ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ, സ്വന്തം നേട്ടത്തിന് വേണ്ടി അത് കടത്തിവിട്ടതിൽ ഏറിയും കുറഞ്ഞും ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും അതെപ്പോഴും എന്താണ്, ഒരു 69-ന് ശേഷം വന്നിട്ടുള്ള ഒരു വ്യതിയാനമാണ്. ഞാൻ അന്ന് മുതൽ രാഷ്ട്രീയം കാണുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ഉറപ്പിച്ചു പറയാനായിട്ട് എനിക്ക് സാധിക്കും. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ ഒരു മോഡൽ പാർലമെന്റ് നടത്തി. അവിടെ ഞാനിപ്പോൾ പറയുന്നത് റെക്കോർഡ് ചെയ്യണമെന്നില്ല, അത് രേഖപ്പെടുത്തണമെന്നില്ല. ഒരു മോഡൽ പാർലമെന്റ് നടത്തിയതിൽ പ്രതിപക്ഷ നേതാവ് ഞാനായിരുന്നു. PM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം അവിടെ വന്നിട്ട് പറഞ്ഞു, മോഡൽ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു വ്യാമോഹമാണ്, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം സമൂഹത്തിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ പ്രതിഫലനം പാർലമെന്റിലും അസംബ്ലിയിലും ഒക്കെ ഉണ്ടാവും. അവിടെ തമ്മിത്തല്ലുണ്ടാവും, അടിയുണ്ടാവും എന്നാണ് അദ്ദേഹം. അപ്പൊ ഞാൻ അതിന് മറുപടി എൻ്റെ അടുത്ത പ്രസംഗം എൻ്റെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ബേബി മെമ്മറി സാറൊക്കെ അന്ന് പഠിക്കുന്നുണ്ട് അവിടുത്തെ ഇരുന്ന്. ഞാൻ പറഞ്ഞു, ഒരു മോഡൽ ലോക്സഭ നടത്താൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾ കുട്ടികൾ കാണിച്ചു തരാം. അങ്ങ് ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ മോഡൽ ലോക്സഭയിൽ വന്ന് 2 ദിവസം അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം അതൊരു കുട്ടിക്കളിയായിട്ട് എടുത്തോളൂ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി മാർക്സിസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമാണെന്ന് പറഞ്ഞു. എന്നെ നേരിട്ട് അറിയുന്നയാളാണ് അദ്ദേഹം, കുട്ടിയാണെങ്കിലും. അന്ന് രാത്രി എൻ്റെ മുറിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗക്കാര് ഈ വെന്റിലേറ്ററിൽ കൂടി വെള്ളം ഒഴിച്ചു എൻ്റെ പുസ്തകത്തിന്റെ പുറത്ത്. ഇവനാരാണ് ഞങ്ങളുടെ നേതാവിന്റെ ചോദ്യം ചെയ്യാൻ? അന്നുകൊണ്ട് ഇതിന്റെ ബീജം ഞാൻ പറയുകയാണ്. അത് നമ്മൾ എല്ലാവരും കൂടി വളർത്തിയെടുത്തതാണ്. ഇത് കണ്ട് മിണ്ടാതിരുന്ന ആളുകളും അതിന് ഉത്തരവാദികളാണ്, മൗനമായിരുന്ന ആളുകൾ. അതുകൊണ്ടാണ് പണ്ട് പൗലോസ് ഒരു ചോദ്യം ഇവിടെ ചോദിച്ച്, പണ്ട് ലാറ്റിൻ അമേരിക്ക ചോദിച്ച ചോദ്യമാണ്, നമുക്ക് മൗനമായിരിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞു. ഗാന്ധി മാർഗക്കാർ കുറ്റക്കാരാണ്. ഇത് കാണുമ്പോൾ ശബ്ദിക്കേണ്ട അത്രയും ഉജ്ജ്വലമായി വ്യാപകമായി അവർ ശബ്ദിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. ഞാനും അതിൻ്റെ പാപഭാരം പങ്കിടുന്നയാളാണ്. പക്ഷെ നമ്മൾ എന്താണ്, അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയെ പറ്റി എനിക്കൊരു വലിയ ബഹുമാനം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞ്, ഈ വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ ഒരു കട, ഒരു C ക്ലാസ് കട തുറക്കുകയാണ്. പപ്പു എന്നാണല്ലോ അയാളെ വിളിച്ചിരുന്നത്, ചുമ്മാ ചെറുക്കൻ എന്നാണ് അയാൾ. അത് പറഞ്ഞല്ലോ. കാരണം ഇതിൻ്റെ നൊമ്പരം ഈ നാട്ടിൽ മറ്റാരേക്കാൾ കൂടുതൽ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. കൗമാരത്തിൽ സ്വന്തം അച്ഛൻ്റെ ശരീരം ഉഴവസ്ഥിതിയിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ അതിൻ്റെ വേദന അനുഭവിച്ചവരാണ്. അവരെ കളിപ്പിച്ച് വളർത്തിയിരുന്ന മുത്തശ്ശി വെടിയേറ്റ് മരിച്ചത് കണ്ടതാണ് കുട്ടികൾ. അതുകൊണ്ട് നമ്മൾ ഈ സ്നേഹത്തിൻ്റെ കടകൾ എല്ലാ സ്ഥലത്തും നമ്മൾ തുറക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീട്ടിലും നമ്മുടെ സംഘടനകളിലും നമ്മുടെ ചന്തകളിലും എല്ലാം നമ്മൾ സ്നേഹത്തിൻ്റെ കടകൾ തുറക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എത്രയോ കാലമായി ഇതെന്നാണ് ഈ ഡെലിബറേറ്റ് ഡിസ്മിസൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ്.
നമ്മൾ മനഃപൂർവ്വം പലരും അറിയാതെ പലരും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതല്ലാതെ ഇതിന് പരിഹാരമില്ല. ആരെയും കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ ഇത് സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലഹരിയുടെയും മദ്യത്തിൻ്റെയും ഒക്കെ അതിനെ തുടർന്നുണ്ടാകുന്ന ആക്രമങ്ങൾ, അത്തരത്തിലുള്ള ഒരു വാർത്തയൊക്കെ വായിക്കണമെങ്കിൽ പഴയ കാലത്ത് എനിക്ക് തോന്നുന്നു തനിനിറം പോലെയുള്ള ഒരു പത്രമൊക്കെ വേണം. ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ടൈം സ്ലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ ആധിപത്യമാണ്, അക്രമങ്ങളാണ്, വാർത്തകളാണ് എവിടെ നിന്നും കേൾക്കുന്നത്. ഇതിനൊക്കെ അടിഞ്ഞാടിടുവാൻ ഗാന്ധിയന്മാർക്ക് ഇതിലൂടെ എന്തെങ്കിലും സാധ്യത? അതുകൊണ്ടേ പറ്റൂ എന്നാണ് അതിന് ലളിതമായ ഒരു മറുപടി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഇത്രയും വ്യാപകമായി ഇവിടെ കൊണ്ടുവന്ന് വ്യാപാരം ചെയ്യുന്നതിനുള്ള അനുകൂല സാഹചര്യം ആരാണ് സൃഷ്ടിച്ചത്? അതാണ് ഒരു ചോദ്യം. രണ്ടാമത്, നമ്മുടെ ഇവിടെ നിലവിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു പ്രത്യേക സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇത് വളരെ സ്വീകാര്യവും വ്യാപകമായി ഉപയോഗിക്കപ്പെടാൻ സാധിക്കുന്നതുമായ ഒരു വസ്തുവാണ്. അതുകൊണ്ട് ആ അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ്. മുമ്പ് ക്യാമ്പസിൽ ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന ഒരു മദ്യപിച്ചൊരു കുട്ടി വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അന്ന് അല്ലാതെ ഈ രാസവസ്തുക്കൾ ലഹരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പതിവേ ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം? അതിനെതിരായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്, ഒരു ആംബിയൻസ് ഉണ്ട് ക്യാമ്പസുകളിൽ. ലഹരിക്കെതിരായിട്ടുള്ള, ഹിംസയ്ക്കെതിരായിട്ടുള്ള, അക്രമത്തിനെതിരായിട്ടുള്ള ഒരു ആംബിയൻസ് ഉണ്ട്. ഞാനും ശ്രീ ബേബി എം വർഗീസും രണ്ട് പക്ഷത്ത് നിന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ അടിക്കാനല്ല നോക്കുന്നത്. അങ്ങനെ സാധിക്കുമായിരുന്നില്ല, ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ സൃഷ്ടിച്ചതല്ല അത്, ഞങ്ങളതിൽ പാർട്ടേക്ക് ചെയ്തതാണ്. നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ അങ്ങനെയായിരുന്നു ലഹരി ഉപയോഗിക്കുന്നവര്. ഞാൻ പറയാം, നമ്മുടെ പള്ളികള്, അമ്പലങ്ങള്, ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെ നടത്തിപ്പുകാര് ഇങ്ങനെയുള്ള ആളുകളായിരുന്നു, നല്ല എക്സംപ്ലറി ക്യാരക്ടറുള്ള ആളുകളായിരുന്നു. ഇന്ന് അതിൻ്റെയൊക്കെ നടത്തിപ്പിൽ ഈ മദ്യം എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമായില്ലേ? കുട്ടികൾ മാമോദിസ മുക്കുമ്പോൾ, കല്യാണ നിശ്ചയം, കല്യാണം, ഇപ്പോൾ ഫ്യൂണറൽ പോലും ബാർ അറ്റാച്ച്ഡ് ഫ്യൂണറലായില്ലേ? ആരാണ് ഇതാക്കി തീർത്തത്? കുട്ടികളാണോ ഇതാക്കി തീർത്തത്? മുതിർന്നവരാണ് ഇത് ചെയ്തത്. അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. ആ അന്തരീക്ഷത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും സ്വതന്ത്രമായി വ്യാപരിക്കാൻ സാധിക്കും. അതുകൊണ്ട് വേർ ദർ ഇസ് എ ഡിമാൻഡ്, ദർ വിൽ ബി സപ്ലൈ. ഡിമാൻഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ സപ്ലൈ വരുന്നത്. അതാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. സാർ, ഇപ്പൊ എന്താണ് ഈ മദ്യവർജന സമിതി അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ, ഇപ്പൊ സർക്കാർ ഉൾപ്പെടെ മദ്യവരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മദ്യത്തിനെതിരെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ്. മദ്യ നിരോധന സമിതി അല്ലെങ്കിൽ മദ്യവർജന സമിതി അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ്? ബാബു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സർക്കാർ ചെയ്യുന്നത് കാപട്യം എന്നാണ് സാധാരണ ഏറ്റവും ലളിതമായ ഒരു വാക്കി പറയുന്നത്. അവര് ഇഷ്ടം പോലെ മദ്യം വിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം എന്ന് പറയുന്നത് ഇങ്ങനെ, അത് എത്തുന്ന കട്ട് കാശുണ്ടാക്കുന്നതും ചാരിറ്റിക്ക് കാശ് കൊടുക്കുന്നവരെ, അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. രണ്ടാമത്തെ സംഗതി, ഇത്തരം അപകടങ്ങളിൽ നിന്ന് സമൂഹത്തെ, ഈ അപകടങ്ങൾ തടയേണ്ട ചുമതലയും അതിൽ നിന്ന് സമൂഹത്തെ പരിരക്ഷിക്കേണ്ട ചുമതലയും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വിട്ടുകൊടുക്കുന്ന മനോഭാവം ശരിയാണ്. ലഹരിക്കും മദ്യത്തിനും എതിരായി പ്രവർത്തിക്കേണ്ട ജോലി മദ്യനിരോധന സമിതിയാണ്. ഞാൻ പാലായിലെ ഒരു വലിയ സമ്പന്നന്റെ അടുത്ത് ഒരു മദ്യനിരോധന ക്യാമ്പ് നടത്തിയപ്പോൾ ഒരു പിരിവിന് ചെന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചത്, നിങ്ങൾ ഈ ആളുകളെ മുഴുവൻ വെറുതെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്, അവർ വീട്ടിൽ പോയി 10 വാഴ വയ്ക്കുവാണെങ്കിൽ വാഴക്കല വിറ്റ് കാശുണ്ടാവും, എന്തിനായി പ്രയോജനമില്ലാത്ത പണി ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു സമീപനം. അതുകൊണ്ട് എന്നാലും മറ്റാളുകൾ പറയും, മദ്യനിരോധന സമിതിക്കാരെ എവിടെ പോയി, നിങ്ങൾ എന്താണ് ഉറങ്ങണത്, ഈ നാട്ടിൽ ലഹരി, എൻ്റെ ബാബുവിന്റെ ജോലി എന്താണ്? അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാവോ? ഇത് എന്താണ്? ആർ യു യുവർ ബ്രദേഴ്സ് കീപ്പർ എന്ന് പണ്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ. കായനും ഹാബേലും തമ്മിൽ, കായനെ കൊന്നു കഴിഞ്ഞപ്പം ദൈവം വന്ന് ചോദിച്ചു, കായനോട് അനിയനോട്, ചേട്ടനോട് ചോദിച്ചു, എന്താണ് നിന്റെ അനിയൻ എവിടെയാണ്? വേർ ഈസ് ഏബിൾ യുവർ ബ്രദർ? അതാണ് കിങ് ജെയിംസ് വെർഷനിൽ.
ഇപ്പൊ തിരിച്ചു ചോദിക്കണം, മൈ ബ്രദേഴ്സ് കീപ്പർ. അതല്ലേ വലിയ ഒരു പെരണിയൽ മെറ്റഫിസിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ, അത് എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്നുള്ളത് വലിയ ഒരു നൈതിക ചോദ്യമാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിന്റെ കാവൽക്കാർ കൂടിയാണ്. എന്നോട് ജ്യോതി വെങ്കടചലം ഗവർണറായിരുന്നപ്പോൾ ഞാൻ അവരെ കാണാൻ പോയി. അപ്പോൾ മദ്യനിരോധന സമിതിയുടെ പ്രതിനിധിയായിട്ടാണ് പോകുന്നത്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ സാറും പിള്ളേരെ പഠിപ്പിക്കേണ്ടതിന് പകരം മദ്യനിരോധനം പറഞ്ഞ് നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ചുറ്റും മദ്യം വയ്ക്കുകയാണ്, കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അപ്പൊ അത് എൻ്റെ അധ്യാപനത്തിന്റെ ഭാഗമാണ്. അവർക്ക് സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് കൂടി എൻ്റെ അധ്യാപക വൃത്തിയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ക്യാമ്പസുകളുടെ ഉള്ളിലേക്ക് അവരെഴുന്നേറ്റ് വന്ന് അവരെന്നോട് തമാശയായിട്ട് ചോദിച്ചായിരുന്നു. അവരെഴുന്നേറ്റ് വന്ന് എന്നെ ആശ്ലേഷിച്ചു, പറഞ്ഞു അതാണ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ ടീച്ചർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളും ഇതിന് നമ്മളെല്ലാവരും ഓരോരുത്തരും ഇത് അപകടമാണെന്ന് തിരിച്ചറിയുന്ന ഓരോരുത്തരും കാവൽക്കാരാകണം. ക്യാമ്പസിനകത്തേക്ക് ഇത് വന്നു കഴിഞ്ഞു, ക്യാമ്പസിനകത്തേക്ക് ലഹരി വന്നു കഴിഞ്ഞു. ഒരു ചോദ്യം നമ്മുടെ സദസ്സിൽ നിന്നുണ്ട്, ജമാൽ റാഷിയുടേതാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം പറയും, ഒന്ന് എഴുന്നേറ്റ്. ഗാന്ധിസം ഇത്ര നല്ല ആശയമായിട്ടും എന്തുകൊണ്ടാണ് ഒരു നൂറ്റാണ്ട് പോലും അതിന് ശക്തമായി നിലനിൽക്കാൻ സാധിക്കാതിരുന്നത് എന്നാണ് ജമാൽ റാഷി. ഒന്ന് എഴുന്നേറ്റ്. ചോദ്യം ചോദിച്ചല്ലോ. അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ ഇത്തരം ആശയങ്ങൾ ഒരിക്കലും ഇല്ലാതാകുകയോ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയോ അത് സമ്പൂർണ്ണമായി തിരസ്കരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോക്രട്ടീസ് സത്യത്തിന് വേണ്ടി നിന്നയാളാണ് അല്ലേ? അദ്ദേഹത്തെ വിഷം കൊടുത്ത് വധശിക്ഷ, അദ്ദേഹത്തിന് വധശിക്ഷ കൊടുത്തു ഇല്ലേ? യേശുക്രിസ്തുവിനെ കുരിശിൽ തൂക്കിക്കൊണ്ടു. ഗാന്ധിജിയെ വെടിവെച്ചു കൊണ്ടു. മാർട്ടിൻ ലൂതർ കിങ്ങിനെ വെടിവെച്ചു കൊണ്ടു. ഓസ്കർ റൊമേറോ, ആർച്ച് ബിഷപ്പ് ഓസ്കർ റൊമേറോയെ വെടിവെച്ചു കൊണ്ടു. ഇങ്ങനെ ഇത് പോകുന്നുണ്ട്. ബുദ്ധൻ തിരസ്കരിക്കപ്പെട്ടു. ഈ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടയാളാണ് ബുദ്ധൻ. ബുദ്ധൻ തിരിച്ചു വരുന്നുണ്ടോ? യൂറോപ്പിലും അമേരിക്കയിലും ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്നത് ബുദ്ധിസമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ അത്തരം ബുദ്ധിസ്റ്റുകളുമായിട്ട് നിരന്തരം കാണുന്ന ആളെന്നുള്ള നിലയിൽ പറയാണ്. ഈ ന്യൂ എത്തീസം എന്ന് പറയുന്ന ഒരു സാധനം മാത്രം, നവ നിരീശ്വരവാദം എന്ന് പറയുന്നത്, നമ്മുടെ 4 വാർ ഹോഴ്സസ് ഓഫ് ന്യൂ എത്തീസം എന്ന് പറയുന്നത് റിച്ചർഡ് ഡോക്കിൻസിന്റെ നേതൃത്വത്തിൽ ഉള്ളത്. അവർ പോലും ഒരു അനുഭാവത്തോടു കൂടി സൈറ്റ് ചെയ്യുന്നത് ബുദ്ധിസത്തെയാണെന്നുള്ളതാണ്. കാരണം ബുദ്ധിസം ദൈവത്തെ പറ്റി പറയുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ആശ്വാസം. അതുകൊണ്ട് ബുദ്ധിസം പോയെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് ഈ നമ്മൾ സനാതന മൂല്യം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വലിയ കുഴപ്പമാവും. അതുകൊണ്ട് ശാശ്വതമായ ചില മൂല്യങ്ങളുണ്ട്. സത്യം, സ്നേഹം എന്ന് പറയുന്നതാണ്. അതിൽ എല്ലാ സനാതന മൂല്യങ്ങളും കുറുക്കിയെടുത്താൽ ഈ 2 ഇതിലേക്ക് വരും. സത്യം, സ്നേഹം എന്ന് പറയുന്നത്, അഹിംസ എന്ന് പറഞ്ഞ സ്നേഹം എന്ന് പറയുന്നതാണ്. ഇത് രണ്ടുമില്ലാതെ സമൂഹത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഇത് രണ്ടിനും എന്നും നിലനിൽപ്പുണ്ട്. ഞാനൊരു ലളിതമായ ഉദാഹരണം വഴി നിങ്ങൾക്കൊരു സൗഹൃദം ഇതില്ലാതെ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളോട് സത്യം പറയൂല എന്ന് ഉറപ്പുള്ള ഒരാളുമായി നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ബന്ധപ്പെടും. നിങ്ങളെ സ്നേഹിക്കുകയില്ല, നിങ്ങളെ കരുതുകയില്ല എന്ന് പറയുന്ന ആരെങ്കിലുമായി നിങ്ങളൊരു സൗഹൃദം ഉണ്ടാകും. അതുകൊണ്ട് ഈ സത്യം, അഹിംസ എന്ന് പറയുന്നത് വെറും ആദർശങ്ങൾ, വെറും കേവല ആദർശങ്ങളല്ല. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ എല്ലാ മനുഷ്യബന്ധങ്ങളും ഈ 2 പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഞാൻ സംസാരിക്കുന്ന ഓൾ ദ വൈൽ നിങ്ങളിവിടെ കൂടിയപ്പോൾ മുതൽ നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതേപ്പറ്റി അറിഞ്ഞിരുന്നോ? നിങ്ങൾ ഓർത്തിരുന്നോ കാര്യം? നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് പോലെ, നമ്മൾ അറിയാതെ തന്നെ അൺകോൺഷ്യസ് ആയി നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന 2 മൂല്യങ്ങളാണിത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യബന്ധങ്ങൾ മുഴുവനും നിലനിൽക്കുന്നതും മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് സമ്പൂർണ്ണമായിട്ട് പരിത്യജിക്കാനായിട്ട് സാധിക്കില്ല. പരിത്യജിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നത് അതിനെതിരായ ശക്തികൾ വളരെ സംഘടിതരും ശക്തവുമായി വരുമ്പോൾ നമുക്ക് തോന്നും ഇത്തരം മൂല്യങ്ങൾ നിരാകരിക്കപ്പെട്ടു എന്ന് തോന്നും. അത്തരം മൂല്യങ്ങൾ നിരാകരിക്കപ്പെടുന്ന സമയത്താണ് അത്തരം മൂല്യങ്ങളെ പറ്റി നമുക്ക് വേവലാതി ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. ഈ പീസിനെ പറ്റി പറയും. എന്താണ്? പീസ് ബിക്കംസ് കോൺസ്പീക്വസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പീസ് എന്ന് പറയും. സമാധാനമില്ലാത്ത സ്ഥലത്താണ് സമാധാനത്തെ പറ്റിയിട്ടുള്ള ആകുലതയും ബോധവും കൂടുതൽ ഉണ്ടാകുന്നത്. അതുപോലെയാണ് സത്യവും അഹിംസയും എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്
ആർക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിത്യജിക്കാൻ സാധിക്കുകയില്ല. കാരണം ജീവിതത്തെ നിലനിർത്തുന്നതും മുമ്പോട്ട് കൊണ്ടുപോകുന്നതും പരിപോഷിപ്പിക്കുന്നതും ഒക്കെ ഈ മൂല്യങ്ങളാണ്. ജേക്കബ് സാർ, ബേബി സാർ ഉൾപ്പെടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ സമയം ഒത്തിരി വൈകിപ്പോയി. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ക്ഷമ പരീക്ഷിക്കരുത്, ക്ഷമ പരീക്ഷിക്കരുത് എന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഒരു പുതിയൊരു പ്രോഗ്രാമിന് മുഖാമുഖം ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സാർ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിലും കൂടുതലൊക്കെ പ്രകോപനം സാറിൽ നിന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ചില ചോദ്യങ്ങൾ സാറ് ഗാന്ധിയനായതുകൊണ്ട് സാറിൽ നിന്ന് അതുണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രകോപനമൊന്നും ഉണ്ടാവില്ല. ആ പ്രകോപനം എന്നുള്ള വാക്ക് തന്നെ ഞാൻ പിൻവലിച്ചേക്കാണ്. വളരെ സന്തോഷം സാറുടെ പുതങ്കുളത്ത് വരുവാനും സുവർണരേഖയുടെ ഈ ഒരു ചെറിയ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും അതിന് സമയം കണ്ടെത്തുവാനും. സമയം വൈകി, ഇന്നിപ്പോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് അറിയില്ല. അരിക്കുഞ്ഞ് സാർ ഉൾപ്പെടെ ഇരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ വളരെ നേരത്തെ തീരും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത്രയും ഇത്രയും നേരം ക്ഷമയോടുകൂടി കാത്തിരുന്നതിന് ഞാൻ നിങ്ങളോട് എൻ്റെ കൃതജ്ഞതയും പ്രണാമവും അർപ്പിക്കുന്നു. നമസ്കാരം.